Meet the editors. സമ്മർദ്ദങ്ങൾക്കൊടുവിൽ മലയാള സിനിമയിലെ ലൈംഗികാതിക്രമങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളിൽ അന്വേഷണത്തിന് സർക്കാർ നീങ്ങുകയാണ്. അന്വേഷണത്തിന് പ്രത്യേക 7-അംഗ സംഘത്തെ നിയോഗിച്ചു. IGS പർജൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘത്തിലെ 4 പേർ വനിതാ IPS ഉദ്യോഗസ്ഥരാണ്. ആദ്യം നടത്തുക പ്രാഥമിക അന്വേഷണമാകും. പരാതികളുള്ളവർക്ക് സംഘത്തെ സമീപിക്കാം. ആരോപണം ഉന്നയിച്ചവർ പരാതിയിൽ ഉറച്ചുനിന്നാൽ കേസെടുക്കുകയും ചെയ്യും. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനമെടുക്കുക. സർക്കാരിന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നിയമോപദേശം നൽകിയിരുന്നു. മുഖ്യമന്ത്രിയും സംസ്ഥാന പോലീസ് മേധാവി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ചോദ്യമിതാണ്, സമ്മർദ്ദത്തിന് ഒടുവിലും ഉണ്ണിബാലകൃഷ്ണൻ, ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. ആരോപണ വിധേയരായ 2 പേർ രാജിവെച്ച ദിവസം. അതോടൊപ്പം സർക്കാർ ഇപ്പോൾ പുറത്തെ മൊഴികളിലെങ്കിലും ഒരു പ്രാഥമിക അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. സമ്മർദ്ദം തന്നെയാണല്ലോ, അല്ലേ? നിശ്ചയമായും സമ്മർദ്ദമാണ്. ഇപ്പം നോക്കൂ, ഇന്നിപ്പം വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയിട്ടുള്ള വാർത്താക്കുറിപ്പിൽ പറയുന്നത്, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വനിതകൾ തങ്ങൾക്ക് പ്രസ്തുത മേഖലയിൽ അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ വിവരിക്കുന്ന അഭിമുഖങ്ങളും പ്രസ്താവനകളും വന്നിട്ടുണ്ട്. ഇത്തരം പരാതികളും വെളിപ്പെടുത്തലുകളും സംബന്ധിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ തീരുമാനിച്ചു എന്നാണ്. ഈ വാർത്താക്കുറിപ്പ് വളരെ വ്യക്തമായി തന്നെ നൽകുന്ന സൂചന ഇത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണ സമിതി അല്ല, മറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നമ്മളിപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കാണുന്നത് പോലെ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതാനും വനിതകൾ ദൃശ്യമാധ്യമങ്ങളിലും മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളിലും ഒക്കെ വന്ന് വലിയ വെളിപ്പെടുത്തലുകളാണ് ചില നടന്മാർക്കെതിരായിട്ടും സംവിധായകർക്കെതിരായിട്ടും ഒക്കെ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് രാജിവെച്ചിരിക്കുന്നു. അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദീഖ് രാജിവെച്ചിരിക്കുന്നു. അപ്പോൾ 2 രാജികൾ വന്നതിന് ശേഷമാണ് ഈ അന്വേഷണമൊക്കെ സർക്കാർ പ്രഖ്യാപിക്കുന്നത്. നോക്കൂ, ഇത് സർക്കാരിൻ്റെ ഒരു മഹാമനസ്കത കൊണ്ട്, അല്ലെങ്കിൽ ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അടിയന്തരമായി അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് സർക്കാരിനങ്ങ് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇങ്ങനൊരു കമ്മിറ്റി, ഇങ്ങനൊരു അന്വേഷണ സംഘം ഫോം ചെയ്യുന്നത്. ഇന്ത്യയിലൊരു നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥയിൽ ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുണ്ട്, ഈ ഭാരതീയ ന്യായ സംഹിതയുടെ 176 വകുപ്പ് പറയുന്നത്, ഇഫ് ഫ്രം ഇൻഫർമേഷൻ റിസീവ്ഡ് ഓർ അതർവൈസ് an officer in charge of a police station has reason to suspect the commission of an offence which he is empowered under section 175 to investigate. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലൈംഗിക പീഡനത്തെ സംബന്ധിച്ച് ഒരു ഇൻഫർമേഷൻ ലഭിക്കുകയാണ് എങ്കിൽ ഒരു പോലീസ് ഓഫീസറിന് ആ ലൈംഗിക പീഡനത്തെ സംബന്ധിച്ച് കേസ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കാമെന്നാണ്. ഇവിടെ ഒരു പരാതിയുടെ തന്നെ ആവശ്യമില്ല. പരാതി ഇല്ലാതെ തന്നെ ഒരു ഇൻഫർമേഷൻ റിസീവ് ചെയ്താൽ അപ്പോൾ തന്നെ ഒരു കേസ് ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ധാരാളം ഇൻഫർമേഷൻസ് ആണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നടികളെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത്തരം വെളിപ്പെടുത്തലുകൾ വളരെ പരസ്യമായി നടത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ രാജ്യത്ത് നിലവിലുള്ള നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ DGP ആണ് കേട്ടോ ഇന്ന് ഈ നിയമോപദേശം സർക്കാരിന് കൊടുത്തിരിക്കുന്ന ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വ്യക്തമായി അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഇന്നിപ്പോൾ പബ്ലിക് സ്പേസിൽ വന്നിട്ട് പല ആളുകൾ ഇത്തരത്തിലുള്ള ലൈംഗികമായി തങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് വിളിച്ചു പറയുമ്പോൾ ഒരു സ്റ്റേറ്റിന് നിഷ്ക്രിയമായി നിസ്സംഗമായി ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ടീം സ്വാഭാവികമായും രൂപീകരിക്കേണ്ടത് അടിയന്തരമായ സർക്കാരിൻ്റെ കടമയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ വലിയ രീതിയിലൊരു മുൻകൈ എടുത്തിരിക്കുന്നു എന്നൊന്നും ആരും കരുതണ്ട. കാരണം നമ്മുടെ രാജ്യത്തൊരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ആ നിയമവ്യവസ്ഥ അനുസരിച്ച് സർക്കാർ നിർബന്ധിതമായിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഞാൻ ഇക്കാര്യത്തിൽ, ഈ ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിൽ സർക്കാർ ഏതെങ്കിലും തരത്തിലൊരു സുതാര്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാത്ത ആളാണെന്ന് മാത്രവുമല്ല, സർക്കാരിൻ്റെ എല്ലാ നീക്കങ്ങളും ഇക്കാര്യത്തിൽ അതാര്യമായിരുന്നു. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് വലിയ രീതിയിൽ വിവാദമുണ്ടായ ഒരു കാര്യമാണല്ലോ സോളാർ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഒരു സ്ത്രീ വന്ന് പരസ്യമായി എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു, അല്ലേ? ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ, കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയുടെ പല നേതാക്കളെക്കുറിച്ചും അവരിൽ നിന്ന് ലൈംഗികമായി താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും അന്ന് അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എങ്ങനെയാണ് അത് അന്വേഷിക്കപ്പെട്ടത്? അതൊരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചാണ് അന്വേഷിച്ചത്, അല്ലേ? ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷനാണ് അന്ന് ഈ സോളാർ കമ്മീഷൻ അന്വേഷിച്ചത്. അതായത് കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം ഈ സംസ്ഥാനത്ത് നടന്ന ഒരു ലൈംഗിക പീഡനത്തെക്കുറിച്ച് അന്നത്തെ പിണറായി സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുന്നു. ആ ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ തീരുമാനിക്കുക എന്തുകൊണ്ടാണ്? അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ
തന്നെയാണ് ജുഡീഷ്യൽ കമ്മീഷനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ മറ്റൊരു താല്പര്യവും ആ സർക്കാരിനുണ്ടായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ വേങ്ങരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ പറയുന്ന മുഖ്യമന്ത്രി തന്നെയാണല്ലോ വന്ന് പരസ്യമായിട്ട് ആ റിപ്പോർട്ട് വെളിപ്പെടുത്തിയ ഒരു വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട്. അപ്പോൾ അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു. ഇവിടെ ഈ കമ്മീഷൻ ഓഫ് ഇൻക്വയറീസ് ആക്ടിൻ്റെ പ്രകാരം ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുന്നതിന് പകരം ഒരു കമ്മിറ്റിയാണ് ഫോം ചെയ്തത്. ആ കമ്മിറ്റിയെ ഫോം ചെയ്താലുള്ള പ്രശ്നം എന്താ? ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു കൊടുക്കാൻ ഒരു ബൈൻഡിങ്ങും ഇല്ല ഈ പറയുന്ന സർക്കാരിന്. അതിൻ്റെ മേലൊരു നടപടി എടുത്തില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യാനും കഴിയില്ല. കാരണം കമ്മിറ്റിക്ക് അത്രയും അധികാരമേ ഉള്ളൂ. അങ്ങനെ ഒരു കമ്മിറ്റിയുടെ അധികാരം താൻ ഏറ്റെടുക്കണോ, നേതൃത്വം താൻ ഏറ്റെടുക്കണോ എന്ന് ജസ്റ്റിസ് ഏമയ്ക്ക് പോലും സംശയമുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു നിയമവിദഗ്ധ എന്നുള്ള നിലയ്ക്കും ഒരു ന്യായാധിപ എന്നുള്ള നിലയ്ക്കും അവർ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു. എന്തായാലും അത് അവർ സ്തുത്യർഹമായി നിർവഹിച്ചിട്ടുണ്ട്. ഈ കമ്മീഷനെ ഉണ്ടാക്കുന്നതിന് പകരം കമ്മിറ്റി ഉണ്ടാക്കുന്നിടത്തുനിന്ന് തുടങ്ങുന്നു സർക്കാരിൻ്റെ താല്പര്യങ്ങൾ. ഇനി നമുക്ക് നോക്കാം, പരിശോധിക്കാം. ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് 4.5 വർഷം കാത്തിരിക്കേണ്ടി വന്നല്ലോ. ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു നടപടിയും എടുത്തില്ല എന്നുള്ളത് പോട്ടെ, ഇത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് 1,06,00,000 രൂപ മുടക്കി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അലമാരിൽ വെച്ച് പൂട്ടുന്നൊരു പരിപാടിയായി സർക്കാർ ചെയ്തത്. പിന്നെ മാധ്യമപ്രവർത്തകർ ഇടപെടുകയാണ്. അതിൻ്റെ ക്രൊണോളജി ഒന്ന് നോക്കിയേ. ഇപ്പോൾ ഈ വർഷം ഫെബ്രുവരി 13 ആദ്യമായിട്ട് ഇൻഫർമേഷൻ കമ്മീഷൻ ഒരു മാധ്യമപ്രവർത്തകനെ സമീപിക്കുന്നത്. ഫെബ്രുവരി 13 ഒന്നാമത്തെ അപേക്ഷ ഇൻഫർമേഷൻ കമ്മീഷന് കിട്ടുന്നു. ഈ വർഷത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മാർച്ചിൽ ഏതാനും മാധ്യമപ്രവർത്തകർ പിന്നെയും ഇൻഫർമേഷൻ കമ്മീഷനെ സമീപിക്കുന്നു. ഇത്രയും ആവശ്യങ്ങൾ വന്നപ്പോൾ ഇൻഫർമേഷൻ കമ്മീഷൻ എന്തായെന്ന് അറിയോ? ഏപ്രിൽ 18 ഈ പറയുന്ന സാംസ്കാരിക വകുപ്പിന് കത്തയക്കുന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ റിപ്പോർട്ട് ഇൻഫർമേഷൻ കമ്മീഷന് കൈമാറണമെന്ന്. അനങ്ങിയില്ല സർക്കാർ. ഒരു മറുപടി കൊടുത്തു ഇൻഫർമേഷൻ കമ്മീഷന്. എന്താ കൊടുത്തതെന്നറിയാവോ? മന്ത്രിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുന്നു. ഏത് മന്ത്രിയുടെ? സജി ചെറിയാൻ്റെ. ഈ നിമിഷം വരെ, ഇന്ന് രാവിലെ വരെ രഞ്ജിത്തിനെ വെള്ളപൂശിക്കൊണ്ടിരുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ സജി ചെറിയാൻ്റെ പരിഗണനയ്ക്ക് ഈ റിപ്പോർട്ട് വിട്ടിരിക്കുകയാണെന്നൊരു മറുപടിയായി ഇൻഫർമേഷൻ കമ്മീഷൻ ആദ്യം കൊടുക്കുന്നത്. നോക്കൂ എത്ര അതാര്യമായ, അതായത് സുതാര്യമല്ലാത്ത ഇടപെടലാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നുള്ളത്. അവിടെ ഇൻഫർമേഷൻ കമ്മീഷൻ വിട്ടില്ല കേട്ടോ. ഏപ്രിലിൽ കൊടുത്തിട്ടുള്ള കത്തിന് മറുപടി ഇട്ടപ്പോൾ ഉണ്ടല്ലോ, അവർ കാത്തിരുന്നതിന് ശേഷം മെയ് 2 വീണ്ടും അവർ ആവശ്യപ്പെട്ടു, ഇൻഫർമേഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു റിപ്പോർട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോഴും റിപ്പോർട്ട് കൊടുത്തില്ല. അപ്പോഴും റിപ്പോർട്ട് കൊടുക്കുന്നതിന് പകരം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് അയച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെയും കാത്തിരുന്നു, റിപ്പോർട്ട് വരുന്നില്ല. ഒടുവിൽ എന്താ ചെയ്തതെന്നറിയോ? ഈ കമ്മിറ്റിക്ക്, ഈ ഇൻഫർമേഷൻ കമ്മീഷന് ജുഡീഷ്യൽ അധികാരമുണ്ട് എന്നും നിങ്ങൾ എത്രയും വേഗം ഈ റിപ്പോർട്ട് ഇൻഫർമേഷൻ കമ്മീഷന് കൈമാറിയില്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് വാറന്റോ സമൻസോ അയക്കുമെന്ന് ഇൻഫർമേഷൻ കമ്മീഷൻ തീരുമാനമെടുത്തു. അത് സർക്കാരിനെ അറിയിച്ചു. പിന്നെ പിടിച്ചിരിക്കാൻ പറ്റില്ല സർക്കാരിന്. 10 ദിവസത്തിനുള്ളിൽ സീൽ വെച്ച കവറിൽ കൃത്യമായിട്ട് ഇൻഫർമേഷൻ കമ്മീഷന് ഇത് കൈമാറി. ഇൻഫർമേഷൻ കമ്മീഷൻ ഇത് കൈമാറിയതിനു ശേഷം ഇൻഫർമേഷൻ കമ്മീഷൻ അത് വായിച്ചു നോക്കി. അപ്പോൾ പബ്ലിക് സ്പേസിലേക്ക് പോകാൻ പാടില്ലാത്ത സ്വകാര്യത എനിക്കുന്ന ചില ഭാഗങ്ങളുണ്ടെന്ന് കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഇത് വേർതിരിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ SPIOയ്ക്ക് ഇത് കൈമാറി, റിപ്പോർട്ട് കൈമാറി. SPIOയ്ക്ക് കൈമാറുമ്പോൾ കൃത്യമായൊരു നിർദ്ദേശമുണ്ട്. എന്താണ്? ഇത്ര പാരഗ്രാഫ് മുതൽ ഇത്ര പാരഗ്രാഫ് വരെ കൊടുക്കാൻ പാടില്ല, ബാക്കിയുള്ളതെല്ലാം കൊടുക്കാം. അത് പബ്ലിക്കായി ചർച്ച ചെയ്യപ്പെടേണ്ട ഡോക്യുമെൻ്റ് തന്നെയാണെന്ന് ഇൻഫർമേഷൻ കമ്മീഷൻ ശക്തമായ നിലപാടെടുത്തു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇത് കൊടുത്തോ? കൊടുത്തില്ലെന്ന് മാത്രമല്ലല്ലോ, ആ പറഞ്ഞ പാരഗ്രാഫുകൾ മാത്രമല്ല, പിന്നെ ഈ SPIOയ്ക്ക് ഒരു വിവേചനാധികാരമുണ്ട്, അല്ലെങ്കിൽ സർക്കാരിന് ഇക്കാര്യത്തിലൊരു വിവേചനാധികാരമുണ്ട് എന്നുള്ള റൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് വേറെ പാരഗ്രാഫുകളും നീക്കം ചെയ്തു. അങ്ങനെയാണല്ലോ ഈ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് റിപ്പോർട്ട് പുറത്തു വന്നോ? പുറത്തു വന്നില്ലെന്നേ. പുറത്തു വരാതിരിക്കുകയും ഇതിങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. എന്നിട്ട് ഒരു കേസ് വരുന്നു, അല്ലേ, ഒരു അപ്പീൽ വരുന്നു ഹൈക്കോടതിയിൽ. ഹൈക്കോടതി അത് ഗംഭീരമായിട്ട് ഇടപെട്ടിട്ട് അത് തള്ളിക്കളഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ ഇത് കൊടുക്കാമെന്ന് പറഞ്ഞു. കൊടുത്തോ? റിപ്പോർട്ട് കൊടുത്തില്ലല്ലോ. ആ ഒരാഴ്ചക്കുള്ളിലും റിപ്പോർട്ട് കൊടുത്തില്ല. കാരണം പിന്നെയും ആരെങ്കിലും പോകട്ടെ കോടതിയിൽ. ഇൻഫർമേഷൻ ആർക്കൊക്കെ ഉണ്ട് ഈ സർക്കാരിൻ്റെ ഭാഗത്ത്. അങ്ങനെ പുറത്ത് കൊടുക്കാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന സമയത്താണ് രഞ്ജിനിയുടെ അപ്പീൽ പോകുന്നത്. അപ്പോൾ പിന്നെയും ഒരു പിടിവള്ളിയായി പുറത്തേക്ക് കൊടുക്കുന്നില്ല. നോക്കൂ, 2.5 മണി വരെ കാത്തിരുന്നില്ലേ? കാരണം കോടതി എന്തെങ്കിലും പറഞ്ഞു കിട്ടിയാൽ അപ്പോഴും ഇത് കൊടുക്കണ്ട എന്നാണ് വിചാരിച്ചത്. കോടതി അപ്പോഴും ശക്തമായൊരു നിലപാടെടുത്തു. ഇങ്ങനൊരു കേസേ ഞങ്ങളുടെ പരിഗണനയിലില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി പിന്നെ സർക്കാർ വെറ്റിലായി. പിന്നെ ഈ റിപ്പോർട്ട് കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഞാൻ പറയുന്നത് 2019 ഡിസംബർ 31 കയ്യിൽ കിട്ടിയ ഈ റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും എടുത്തില്ലെന്ന് മാത്രമല്ല, ആ റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിലേക്ക് വിടാൻ ഒരു താല്പര്യവും ഈ സർക്കാർ കാണിച്ചിട്ടില്ലെന്ന് മാത്രവുമല്ല, ഇത് പരമാവധി ഒളിപ്പിച്ചു വയ്ക്കാൻ ശ്രമിച്ചു ഈ സർക്കാർ. അതുകൊണ്ട് ഈ സർക്കാർ ഇപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനെ ഉണ്ടാക്കിയിരിക്കുന്നു പറയുന്നത് രാജ്യത്ത് നിലവിലുള്ള നിയമ സംവിധാനം അനുശാസിക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സർക്കാരിന് ആക്ട് ചെയ്തേ പറ്റൂ എന്നുള്ളതുകൊണ്ടാണ്. വളരെ ബോൾഡായിട്ട് ചില താരങ്ങൾ വന്നിരുന്നു, വളരെ വൃത്തിയായിട്ട്. ഇന്നലെ ഇപ്പോൾ സുജയ് കൊടുത്ത വളരെ എന്താ പറയുക, കൃത്യമായ ഒരു ദീർഘമായ ഇൻ്റർവ്യൂ ഉണ്ടല്ലോ. ആ ദീർഘമായ ഇൻ്റർവ്യൂവിനകത്ത് ശ്രീലേഖ വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. നല്ല അന്തസ്സോടുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു എന്താ പറയുക, ആരെയും അപമാനിക്കാത്ത വിധത്തിൽ, എന്നാൽ തനിക്ക് നേരിട്ടിട്ടുള്ള ഒരു ദുരനുഭവത്തെ മലയാളികൾക്ക് മുന്നിൽ വന്നിരുന്ന് 1/2 മണിക്കൂറിന്
നിയമസഭയിൽ ആ ഇൻ്റർവ്യൂ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ വൃത്തിയായിട്ട് ശ്രീലേഖ പറയുകയാണ്, നിങ്ങൾക്ക് ആക്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതാണ് ഞാൻ ഈ പറഞ്ഞത്. 175 വകുപ്പ് പ്രകാരം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യൻ രാജ്യത്തെ നിയമം പറഞ്ഞിരിക്കുന്നത്, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ലൈംഗികപരമായിട്ടൊരു സ്ത്രീ വെളിപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ഉടനെ തന്നെ ഒരു കേസ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കണം, ഇനിഷ്യേറ്റ് ചെയ്യണം എന്നാണ്. ഇനിഷ്യേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു വകുപ്പ് കൂടി അതിനകത്തുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പോലീസിനെതിരെ കേസ് കൊടുക്കാം. അതായത് പോലീസ് ഇക്കാര്യത്തിൽ റിയാക്ട് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പോലീസിനെതിരെ കേസ് കൊടുക്കാം. പോലീസിനെതിരെ കേസ് വരിക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആഭ്യന്തര വകുപ്പിനെതിരെ കേസ് വരുന്ന അർത്ഥം. ആഭ്യന്തര വകുപ്പിനെതിരെ കേസ് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സ്റ്റേറ്റിനെതിരെ കേസ് വന്നു എന്ന അർത്ഥം. സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് റിയാക്ട് ചെയ്യണം. സ്റ്റേറ്റിൽ നിന്ന് അത് ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനെ ഉണ്ടാക്കി വെച്ചു, എന്നിട്ട് അവർ അന്വേഷണമായിട്ട് പോകുന്നു. പക്ഷേ പ്രേക്ഷകരെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണ സമിതിയല്ല. ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കാനും പോകുന്നില്ല. അവരുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ഈ പരാതികൾ എടുത്തു വെച്ചുകൊണ്ട് അവരിനിപ്പോൾ മൊഴിയെടുക്കും. ഇവർക്ക് ഹാജരാക്കാവുന്ന തെളിവുകൾ ഹാജരാക്കാൻ സമയമുണ്ടെങ്കിൽ ഹാജരാക്കും, അല്ലെങ്കിൽ അവരുടെ തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കും. അതുമായി ബന്ധപ്പെട്ട നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കണ്ടെത്തലുകളെ ചോർത്തുന്ന ഒരു കാര്യവും സംഭവിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ. അത് നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി കാണണം. കാരണം വെച്ചാൽ ഞാൻ ആദ്യം മുതൽ പറയുന്നുണ്ട്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ആരും ഭയക്കുന്നില്ല, ഒരാളും ഭയക്കുന്നില്ല. കാരണം കൃത്യമായി അവർക്കറിയാം ആരുടെയും പേരുകൾ പുറത്തേക്ക് വിടില്ല. അതുകൊണ്ട് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു കാരണവശാലും തങ്ങൾക്കൊരു പ്രശ്നമാകില്ല എന്ന് ഈ ക്രൈം കമ്മിറ്റി ചെയ്ത് എല്ലാവർക്കും അറിയാമായിരുന്നു എന്നേ. അതുകൊണ്ട് ഈ റിപ്പോർട്ടിനെ അല്ല അവർ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം മുതൽ പറയുന്നത്, ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, മഴ പെയ്ത് കഴിഞ്ഞിട്ട് മരം പെയ്യും എന്ന് പറയും. അപ്പം മഴ പെയ്ത് കഴിഞ്ഞിട്ട് മരം പെയ്യും എന്നുള്ളതിന് ഈ ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിൽ ഈ ആളുകളൊക്കെ ഭയപ്പെട്ടത് എന്താണെന്നറിയാമോ? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മരം പെയ്യല, അതിനുശേഷം മഴ വരാനിരിക്കുന്നു എന്ന് കൃത്യമായിട്ടറിയാം. നമ്മൾ ആ പ്രതീക്ഷ കാര്യം തന്നെ സംഭവിച്ചല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വന്നു, ഒരൊറ്റ ആളുടെയും പേരില്ല. അതിന് തൊട്ടു പിന്നാലെ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായി എന്ന് മാത്രമല്ല, ഇതൊരു സാമൂഹിക പ്രശ്നം എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തന്നേ. ഈ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പീഡനം ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണെന്ന് കണ്ടുകൊണ്ട് പൊതുജനങ്ങൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. മാധ്യമങ്ങൾ എന്താ ചർച്ച ചെയ്യുന്നത്? ആദ്യം തന്നെ ഈ കാര്യത്തിനകത്ത് നമ്മൾ വ്യക്തമാക്കേണ്ട കാര്യം, മാധ്യമങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്താ താല്പര്യം? ഒരു താല്പര്യമില്ല. മാധ്യമങ്ങളുടെ എല്ലാ മാധ്യമങ്ങളുടെയും, അത് പ്രിന്റ് മീഡിയ ആണെങ്കിലും അത് വിഷ്വൽ മീഡിയ ആണെങ്കിലും, അതിൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ആരാണ്? വിഷ്വൽ മീഡിയയുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ ക്യാമറ, ഈ ഇരിക്കുന്ന സ്റ്റുഡിയോ ഒന്നും അല്ലല്ലോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഒരു പത്രത്തിൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അതിൻ്റെ വായനക്കാരാണ്. അപ്പോൾ ഈ വായനക്കാരായിട്ടുള്ള പ്രേക്ഷകരായിട്ടുള്ള ജനങ്ങളാണ് ഓരോ മാധ്യമത്തിൻ്റെയും ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതിലേക്ക്. ആ നിലയ്ക്ക് അവർക്ക് അറിയാനുള്ള അവരുടെ അവകാശത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഓരോ മാധ്യമങ്ങളും ചെയ്യേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു താരരാജാവിനെയോ ഏതെങ്കിലും ഒരു ജൂനിയർ താരത്തെയോ അങ്ങ് മോശമാക്കി കളയാമെന്നോ അല്ലെങ്കിൽ അവരുടെ കിടപ്പറ രഹസ്യങ്ങൾ പറഞ്ഞ് രസിക്കാമെന്നോ വിചാരിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തനം രാവിലെ ആരംഭിക്കുന്ന ഒരാളും ഇന്ന് കേരളത്തിലില്ല. അപ്പോൾ പിന്നെ കേരളത്തിലെ ജനങ്ങൾ ഈ അവരുടെ നാട്ടിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയുടെ പിന്നിലെ നടന്നുകൊണ്ടിരിക്കുന്ന എന്താ പറയുക, ഏറ്റവും മോശപ്പെട്ട കുറ്റകൃത്യങ്ങൾ അറിയണമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അത് വെളിപ്പെടുത്താൻ ബാധ്യസ്ഥമാണ് മാധ്യമങ്ങൾ. അത് മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നത് ജനങ്ങളുടെ ആവശ്യം എന്നുള്ള നിലയ്ക്കാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ഇന്നിപ്പോൾ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹേമ കമ്മിറ്റിയിൽ വളരെ ഗൗരവതരമായ പ്രശ്നങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. അവർ വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയി സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞങ്ങൾക്ക് ശരിയാണ്, അവരാരുടെയും പേരെടുത്ത് പറഞ്ഞിട്ട് കേസിലേക്ക് പോകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല അവർ. പക്ഷേ അവരുടെ അനുഭവം പറഞ്ഞിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്, ഇനിയുള്ള തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന നാളുകളിൽ ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ത്രീകൾക്ക് ഞങ്ങൾ കടന്നുപോയ ദുരനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കണം, അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് നടപടിയാണ് ഈ സർക്കാർ എടുത്തതെന്നേ? ഒരു നടപടി എടുത്തില്ല. പ്രാഥമികമായ കാര്യത്തിൽ പോലും ഒരു നടപടി എടുത്തില്ലല്ലോ. ഒരു ടോയ്ലറ്റിൻ്റെ പ്രശ്നം ഇവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? ഒരു ചേഞ്ചിങ് റൂമിൻ്റെ പ്രശ്നം ഇവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? അതുപോലെ ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് ആൽക്കഹോളിസവും ഡ്രഗ് യൂസും ഉണ്ടായിരിക്കുന്നു ഈ സെറ്റുകളിൽ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു നടപടി എടുത്തിട്ടുണ്ടോ? ഒരു ഇന്റേണൽ കമ്മിറ്റി ഉണ്ടാക്കണം എല്ലാ സെറ്റുകളിലും പറഞ്ഞിട്ട് അതിനകത്തൊരു നടപടി എടുത്തിട്ടുണ്ടോ? ഒരു നടപടി എന്താ എടുക്കാതിരിക്കുന്ന കാര്യം എന്നറിയോ? ഒരു ടോയ്ലറ്റ് നിർമ്മിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇൻഡാസ് ഇറക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചേഞ്ചിങ് റൂം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇൻഡാസ് ഇറക്കുകയാണെങ്കിൽ, ബാക്കിയൊക്കെ കാര്യങ്ങളിൽ എന്ത് നടപടി എടുത്തുന്നൊരു ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് വരും. അപ്പം ഹേമ കമ്മിറ്റിയിൽ ഈ പറയുന്ന ആർക്കും കുഴപ്പമില്ലാത്ത ഒരു 4-5 കാര്യങ്ങൾ അങ്ങെടുത്ത് പ്രയോഗിച്ച് നടപ്പാക്കി കളയാമെന്നൊരു സർക്കാരിന് തീരുമാനിക്കാൻ കഴിയില്ല. കാരണം അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നങ്ങൾ കൂടി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയും നിയമനിർമ്മാണം ആവശ്യമായിട്ട് വരും. അപ്പോൾ സർക്കാർ അതിൻ്റെ മേലിൽ അടയിരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, സർക്കാരിന് എന്തൊക്കെയോ താല്പര്യങ്ങൾ ഇക്കാര്യത്തിലുണ്ടായിരുന്നു, ആരോടൊക്കെയോ വിധേയത്വം ഉണ്ടായിരുന്നു എന്ന് തന്നെ ഞാൻ വ്യക്തമായി പറയും. കാരണം ഈ പറയുന്ന കമ്മിറ്റി രൂപീകരണം മുതൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും വൈകിപ്പിക്കുന്നതിൽ അതീവ ജാഗ്രത കാണിച്ചിട്ടുണ്ട് ഈ സർക്കാർ. അത് തന്നെ ഈ സർക്കാരിൻ്റെ താല്പര്യത്തെ സംശയത്തിൻ്റെ നിഴൽ നിർത്തുന്നു. ഏതായാലും ഇൻവെസ്റ്റിഗേറ്റീവ് ടീം ഉണ്ടാക്കിയത് നന്നായി. കാരണം അത് നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല. ഇന്ന് ഈ മാധ്യമങ്ങളുടെ ഇടപെടലിലൂടെ മാധ്യമങ്ങളെ വിശ്വസിച്ചുകൊണ്ട് കുറച്ച് പേർ വന്ന് പരസ്യമായി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ചില തലകളൊക്കെ ഉരുണ്ടു. അപ്പോൾ സർക്കാരിന് നിസ്സംഗമായിരിക്കാൻ കഴിയില്ല, നിഷ്ക്രിയമായിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനെ ഉണ്ടാക്കി, നല്ല കാര്യമാണ്. ഈ കാര്യങ്ങളിലൊക്കെ
ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇനിയും കണ്ടില്ല എന്ന് നടിക്കുകയും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങളിലൊക്കെ ഒരു അന്വേഷണം നടത്തി ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് തൽക്കാലം പിൻവാങ്ങാം എന്ന് വിചാരിക്കുകയും ചെയ്യേണ്ട. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ പോക്സോ അടക്കമുള്ള പ്രശ്നങ്ങളുണ്ടെന്നേ, ആ വിഷയങ്ങളിലൊക്കെ നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. അക്കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ അത് പൊതുസമൂഹം ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. സമ്മർദ്ദത്തിന് ഒടുവിലോ എന്നുള്ള ചർച്ചയിൽ സമ്മർദ്ദത്തിന് ഒടുവിൽ തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും അതൊരു നടപടിയിലേക്ക് കടന്നു എന്നൊന്നും ഈ ഘട്ടത്തിൽ പറയാനായിട്ടില്ല. പക്ഷേ ഇന്നത്തെ ദിവസം ഒരു വലിയ പോരാട്ടത്തിൻ്റെ ഒരു ഭാഗിക വിജയത്തിൻ്റെ ദിവസമാണെന്ന് ഞാൻ കരുതുകയാണ്. WCC 7 വർഷം മുമ്പ് തുടങ്ങിവെച്ച, അതിനു മുമ്പ് ആക്രമിക്കപ്പെട്ട നടി തുടങ്ങിവെച്ച ഒരു പോരാട്ടം, അതാണ് ഇന്ന് അവൾക്കൊപ്പമുള്ളവർ ഓർമ്മിച്ചത്. ഇന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ WCCയുടെ പ്രതികരണവും ആ നിലയ്ക്കാണ് വന്നത്. അപ്പോൾ ആ പോരാട്ടത്തിൻ്റെ ആദ്യത്തെ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. തലകൾ ഉരുളുന്നു, ആദ്യ 2 തലകൾ ഉരുണ്ടിരിക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ സ്വാധീനമുള്ള 2 പേരുടെ തലകളാണ് ഇപ്പോൾ ഉരുണ്ടിരിക്കുന്നത്. ഇനിയും പ്രതികരണങ്ങൾ വരുന്നു. സർക്കാരുമായി ബന്ധപ്പെട്ടവർക്കെതിരെ വരെ ഉയരുന്ന ആരോപണങ്ങൾ, ഇപ്പോൾ മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം ഇതാദ്യമല്ല, ഇതിനു മുമ്പും ഉയർന്നിട്ടുള്ളതാണ്. മാത്രമല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട നേരത്തെയും വന്ന പല വിവാദങ്ങൾക്കും ശേഷമാണ് അദ്ദേഹം സർക്കാരിൻ്റെ ഭാഗമായത് എന്നുള്ള കാര്യം, തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് എന്നുള്ള വിഷയവും അവിടെ നിൽക്കുന്നുണ്ട്. മന്ത്രി സജി ചെറിയാൻ ഓരോ ഘട്ടത്തിലും എടുത്ത നിലപാടുകളിൽ നാൾ വഴികൾ ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. സർക്കാർ ഇപ്പോൾ സമ്മർദ്ദത്തിനൊടുവിൽ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ രഞ്ജിത്ത് രാജിവെക്കുമ്പോൾ പോലും തൻ്റെ രാജിയെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ഇടത് സർക്കാരിനെ രക്ഷിക്കാനുള്ള രാജി എന്ന മട്ടിലാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സർക്കാർ അദ്ദേഹത്തോട് കൂടെ നിന്നുകൊണ്ട് എങ്ങനെയാണ് പ്രതികരിച്ചത്? ഒരു ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം രാജ്യത്തെ തന്നെ പ്രഗത്ഭനായ ചലച്ചിത്രകാരൻ എന്ന രൂപത്തിൽ അതിനെ എങ്ങനെയാണ് അവതരിപ്പിച്ചതെന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറയുന്ന ഒരു കാര്യം, സ്ത്രീവിരുദ്ധത പടർന്നു പന്തലിച്ചു എന്നാണ്. അതായത് സമൂഹത്തിലാകെ സ്ത്രീവിരുദ്ധത പടർന്നു പന്തലിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. അങ്ങനെയെങ്കിൽ ആ പടർന്നു പന്തലിച്ചത് അങ്ങ് പടർന്ന് സർക്കാരിലേക്കും മന്ത്രിയിലേക്കും ഒക്കെ പടർന്നിരിക്കുന്നു, പാർട്ടിയിലേക്കും പടർന്നിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതാണോ ഈ കാര്യങ്ങൾക്ക് ഈ ഇത്ര പതുക്കെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിടുമ്പോഴും അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവരുടെ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക അന്വേഷണമല്ല. ആ പ്രാഥമിക അന്വേഷണം നടത്തിക്കൂടെ എന്ന് സർക്കാർ ചോദിച്ചതാണ്. ആ പ്രാഥമിക അന്വേഷണം നടത്തിക്കൂടെ എന്ന് ഇവിടെ മാധ്യമങ്ങൾ ചോദിച്ചതാണ്, ഇവിടെ നിയമവിദഗ്ധർ ചോദിച്ചതാണ്. പക്ഷേ അതിലേക്ക് കടന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്കിതിൽ റോളില്ല എന്ന് പറയുന്നതിനാണ് കൂടുതൽ സമയവും മന്ത്രി ചെലവഴിച്ചത് നമ്മൾ കണ്ടതാണ്. എനിക്കിനി റോളില്ല, ഞാനത് SPയെ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു, വകുപ്പിന് റോളില്ല. ഇതിപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നതിനപ്പുറം മുഖ്യമന്ത്രിക്കാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള്. ഈ പുറത്തെ ഇത്തരം പ്രതികരണങ്ങളിൽ സജി ചെറിയാനോട് അനിഷ്ടം പ്രകടിപ്പിച്ചു മുഖ്യമന്ത്രി എന്നൊരു വാർത്ത ഇവിടെ വരുന്നുണ്ട്. അതൊന്നുമല്ല, അദ്ദേഹത്തോട് അനിഷ്ടം പ്രകടിപ്പിക്കുകയോ അല്ലാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല. ഇതിൽ മുഖ്യമന്ത്രിക്ക് ഇതിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് പോക്സോ കേസ് ആരോപണമാണ്. ആ ആരോപണത്തിൽ കേസെടുത്തില്ല. 2 പേരും ഇപ്പോൾ അവരുടെ സ്ഥാനങ്ങളിൽ നിന്നാണ് രാജിവെച്ചിരിക്കുന്നത്. AMMA ജനറൽ സെക്രട്ടറിയാണ് രാജിവെച്ചിരിക്കുന്നത്, അപ്പുറത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് രാജിവെച്ചിരിക്കുന്നത്. ഈ 2 രാജികൾ അവരുടെ സ്ഥാനങ്ങളിൽ നിന്നുള്ള രാജി മാത്രമാണ്. അതിനപ്പുറം നിയമ നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോക്സോ കേസിൽ ഒരു പരാതി വേണ്ട, ഉടനടി കേസെടുക്കാവുന്നതാണ്. ആ കേസെടുത്തിട്ടില്ല. ഇപ്പോൾ കൊച്ചിയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു വ്യക്തി പരാതി നൽകിയിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ആ പരാതിയുടെ ആവശ്യമില്ല, പക്ഷേ അത് സംഭവിച്ചിട്ടില്ല. ഈ മൊഴികളും ഈ വെളിപ്പെടുത്തലുകളും ഇതാദ്യമല്ല എന്നിടത്താണ് സർക്കാരിൻ്റെ നിരുത്തരവാദപരമായ സമീപനം ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ ഇന്നിപ്പോൾ ഒരുപാട് പേർ WCCയുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർ ഈ ഇവിടുത്തെ പ്രധാനപ്പെട്ട നടന്മാരുമായി ബന്ധപ്പെട്ടപ്പോൾ പരാതി പറഞ്ഞ ശേഷം തങ്ങൾക്ക് സിനിമയില്ലാതായ കഥ പറയുന്നു. ഇവിടെ ദിവ്യ ഗോപിനാഥ് എന്ന നടി പറയുന്നത് താൻ ഒരു കാര്യം പരാതിപ്പെട്ട ശേഷം, അത് ഇവിടുത്തെ പ്രധാനപ്പെട്ട സൂപ്പർ താരങ്ങൾക്കെതിരെയൊന്നുമല്ല, അലൻസിയർ എന്ന നടനെതിരെയാണ് പരാതിപ്പെട്ടത്. ആ പരാതിക്ക് ശേഷം തനിക്ക് സിനിമയില്ലാതായി. ആ പരാതിക്ക് ശേഷം അലൻസിയർ അവാർഡ് ലഭിച്ചു. ആ അവാർഡ് ലഭിച്ച സ്ത്രീയുടെ രൂപത്തിലുള്ള പുരസ്കാരം പിടിച്ചുകൊണ്ട് അസഭ്യം പറഞ്ഞു. ഇതൊക്കെ ചെയ്യുന്ന വ്യക്തിയെ സഹായിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പുറകിൽ ഉറച്ചു നിൽക്കുന്ന സർക്കാരിനെയാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ അങ്ങനെയല്ലാത്ത നടപടികൾ ചെയ്തുകൊണ്ടാണ് സർക്കാർ അത് തെളിയിക്കേണ്ടത്. ഇതുവരെ അത് തെളിയിച്ചിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പ്രാഥമിക അന്വേഷണത്തിന് ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. ഇനിയിപ്പോൾ റിപ്പോർട്ട് കോടതിയിലേക്ക് പോവുകയാണല്ലോ. അതായത് 10-ാം തീയതിക്ക് മുമ്പ് മുഴുവൻ റിപ്പോർട്ടും കോടതിയുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്.
പറയേണ്ടതുണ്ട്. അപ്പോൾ അവിടെ എത്തിയ ശേഷം കോടതി പറയട്ടെ, എല്ലാം കോടതി പറയട്ടെ. ഞങ്ങളായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് സർക്കാർ ആരെയാണ് ബോധ്യപ്പെടുത്തുന്നത്? ഇതൊന്നും ഞങ്ങളായിട്ട് ചെയ്യുന്നതല്ല, ഇതൊക്കെ കോടതി പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം ചെയ്യുന്നു എന്ന് സർക്കാർ ആരെയാണ് ബോധ്യപ്പെടുത്തുന്നത്? ഇവിടെ വേട്ടക്കാർ എന്ന ആരോപണ വിധേയർ ആർക്ക് വേണ്ടിയാണോ സർക്കാർ നിൽക്കുന്നതെന്നുള്ള ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. ഇവിടെ ഓരോ ദിവസവും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ സമ്മർദ്ദത്തിലാവുന്നുണ്ട് സർക്കാർ എന്നുള്ള കാര്യമാണ് നമ്മുടെ മുന്നിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇപ്പോൾ മറ്റൊരു ആരോപണ വിധേയനും സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രി KB ഗണേഷ് കുമാർ, അദ്ദേഹം പറയുന്നു ഒരു ആരോപണത്തിലും താനിപ്പോൾ പ്രതികരിക്കാനില്ല, ഇപ്പോൾ ഒന്നിലും പ്രതികരിക്കാനില്ല എന്ന്. അദ്ദേഹം പ്രതികരിച്ചില്ലെങ്കിൽ, അദ്ദേഹം പ്രതികരിക്കാതിരിക്കുന്നതിനാൽ അദ്ദേഹത്തിനെതിരായ ആരോപണത്തിൽ സർക്കാർ മറുപടി പറയേണ്ടതുണ്ട്, മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതുണ്ട്. ഇവരെങ്ങനെയാണ് മന്ത്രിസഭയിൽ തുടരുന്നത് എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ഈ ആരോപണങ്ങളൊക്കെ മുൻപ് കേട്ട ശേഷവുമാണ് ഇവർ മന്ത്രിസഭയിൽ വന്ന യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കയ്യിലെത്തിയ ശേഷം അത് വായിച്ച ശേഷമാണല്ലോ അദ്ദേഹത്തിന് ഈ മന്ത്രിപദവി നൽകിയത്. അപ്പോൾ അവിടെയും സർക്കാർ പ്രതിക്കൂട്ടിലാകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവിടെ നിൽക്കുകയാണ്. ഏതായാലും ഈ ഹേമ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഇവിടെ ഉണ്ടാവുകയും മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ വെളിപ്പെടുത്തലുണ്ടാകുകയും അതിന്മേൽ സർക്കാർ ആക്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളൊരു വലിയ വിഷയം ഇപ്പോൾ ഒരുപക്ഷെ ശ്രീലേഖ മിത്ര അവിടെ ബംഗാളിൽ പ്രതികരിച്ചുകൊണ്ടാകാം, മറ്റ് സംസ്ഥാനങ്ങളിലും അതൊരു വലിയ ചർച്ചയാകുന്നു, മറ്റു സിനിമാ മേഖലകളിലും അത് വലിയ ചർച്ചയാകുന്നു. അവിടെയും മറ്റു സിനിമാ മേഖലയിലും ഇത്തരത്തിലൊരു കമ്മിറ്റി വേണ്ടതുണ്ട് എന്നൊരു ചർച്ചകളിലേക്കൊക്കെ അത് കടന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അവിടെ നിൽക്കുകയാണ് എന്നൊരു യാഥാർത്ഥ്യം അവർ അറിയുന്നില്ല, അതിനങ്ങോട്ട് മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ ഏത് സമയത്തും സർക്കാർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്താണ്? രാജ്യത്ത് ഇതാദ്യമായി ഇതാ ഒരു കമ്മിറ്റി ഞങ്ങൾ രൂപീകരിച്ചിരിക്കുന്നു. അവരങ്ങനെ സ്വയം കമ്മിറ്റി രൂപീകരിച്ചതല്ലോ, അതിനു മുന്നിൽ ഒരു പോരാട്ടമുണ്ടല്ലോ. ആക്രമിക്കപ്പെട്ട നടിയുടെ പോരാട്ടമുണ്ട്, അതിനുശേഷം WCC എന്ന സംഘടനയുടെ പോരാട്ടമുണ്ട്, അതിനുശേഷമാണല്ലോ ഈ കമ്മിറ്റി ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം എന്ത് സർക്കാർ ചെയ്തു എന്ന ചോദ്യത്തിന് ഇപ്പോൾ സർക്കാർ പ്രതിക്കൂട്ടിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനിയിപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന മൊഴികളിലുള്ള പ്രാഥമിക അന്വേഷണം എങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം എന്നറിയേണ്ടതുണ്ട്. ഇപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുന്നവർ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കേസെടുക്കും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു വിശ്വാസമില്ലാതെ, അതായത് ഈ ഇരകളാണ് പറയുന്നത്, അവരവരുടെ വേദിയിൽ നിന്നാണ് കരഞ്ഞാണ് പറയുന്നത്. അവർക്ക് നാളെ അവരുടെ ഒരുപക്ഷെ ഭാവിയെ, ജോലിയെ തന്നെ, അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന കാര്യമായിരിക്കാം. അവരുടെ വീട്ടിലും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടല്ലോ എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്, രേവതി പ്രതികരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് ഒരു ഫെയിമിന് വേണ്ടിയിട്ടൊന്നല്ല, ഈ പറയുന്നത് എന്തിനാണ് എന്ന് സർക്കാരിന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അവർ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ കേസെടുക്കാമെന്നൊക്കെയുള്ള പ്രതികരണം തന്നെ വളരെ മോശമാണ്. ഏതായാലും നോക്കാം ഈ പ്രാഥമിക അന്വേഷണം എവിടെ നിൽക്കുന്നു. 10-ാം തീയതി സർക്കാരിന് മുഴുവൻ റിപ്പോർട്ടും കോടതിയിലേക്ക് എത്തിക്കുമ്പോൾ ഇനി കോടതിയിൽ മാത്രമാണ് എനിക്ക് പ്രതീക്ഷ. നിലവിൽ ഇപ്പോൾ സർക്കാർ ചെയ്തിരിക്കുന്നത് സമ്മർദ്ദത്തിനൊടുവിലാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സുജി, ഇക്കാര്യത്തിൽ സമ്മർദ്ദത്തിനൊടുവിൽ എന്ത് ചെയ്തു? സമ്മർദ്ദത്തിനൊടുവിലാണ് അനങ്ങിയത്, അല്ലാതെ എന്തെങ്കിലും ചെയ്തു എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എത്തിയെന്ന് ഞാൻ കരുതുന്നില്ല. സമ്മർദ്ദത്തിനൊടുവിൽ ഒരു സംഘത്തെ നിയോഗിക്കുന്നു, അതായത് മുഖ്യമന്ത്രി തന്നെ അതിൽ ഇനിഷ്യേറ്റീവ് എടുത്തു. നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകണം. മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ അവസാനം നമ്മൾ സാധാരണ നാട്ടുകാരൊക്കെ ചോദിക്കുമല്ലോ, ഇതൊന്നും കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ, ഇതൊന്നും കണ്ടിട്ട് മനസ്സിലാകാത്തതാണോ, അതോ നിങ്ങൾ ആരെങ്കിലും പേടിക്കുകയാണോ എന്നൊക്കെയുള്ള ആ ചോദ്യങ്ങളൊക്കെ അദ്ദേഹം കേട്ടിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അല്ലാതെയുള്ളൊരു ഇനിഷ്യേറ്റീവ് ഈ കാര്യത്തിൽ വരും അല്ലെങ്കിൽ വന്നു എന്ന് ഞാൻ കരുതുന്നില്ല. മുഖ്യമന്ത്രി ഇന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. മാത്രമല്ല സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം അത്ര നന്നായില്ല എന്ന ഒരു വിലയിരുത്തൽ മുഖ്യമന്ത്രിക്കുണ്ട് എന്ന് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളൊക്കെ തന്നെ പറയുന്നുമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടു മന്ത്രി പറഞ്ഞ പരാമർശം ശരിയായില്ല എന്ന്. മുഖ്യമന്ത്രി ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. ഇനി മുഖ്യമന്ത്രി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ രഞ്ജിത്തിന്റെ രാജി എന്ന് പറയുന്നത് അത് സ്വാഭാവികമായി സംഭവിച്ച ഒന്നല്ല എന്നുള്ളത് മനുഷ്യർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അത് ചർച്ചയാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൊതുമധ്യത്തിൽ. രഞ്ജിത്തിന് രാജിയില്ലാതെ എന്ത് ചെയ്യാനാണ്? കാരണം അത്രയും വ്യക്തമായി ആ നടി വന്ന് കാര്യങ്ങൾ പറഞ്ഞു. അത് രഞ്ജിത്ത് നിഷേധിച്ചതിന് ശേഷവും അവർ പറഞ്ഞു ഇന്നതാണ്, എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. അപമര്യാദയായി പെരുമാറി, എൻ്റെ കൺസെന്റ് ഇല്ലാതെ എൻ്റെ ശരീരത്തിൽ സ്പർശിച്ചു, അത്രയുമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എന്നെ റേപ്പ് ചെയ്തു എന്നൊന്നും ആ സ്ത്രീ പറഞ്ഞിട്ടില്ല. അതൊരു റേപ്പ് കേസുമല്ല. പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ എന്ന സിനിമയിലേക്ക് അവരെ കാസ്റ്റ് ചെയ്തു. കാസ്റ്റ് ചെയ്തതിന് ശേഷം അവരെ വിളിച്ചു വരുത്തി. അവർ കഥ കേട്ടു, കഥാപാത്രത്തെക്കുറിച്ച് മനസ്സിലായി. അതിനുശേഷം സിഗരറ്റ് വലിക്കുന്നതിനിടയിൽ ഇവരുടെ കയ്യിൽ സ്പർശിച്ചു, കഴുത്തിൽ സ്പർശിച്ചു, തലമുടിയിൽ സ്പർശിച്ചു. ഈ 3 സ്പർശനവും ഇൻഅപ്രോപ്രിയേറ്റ് ആണ് എന്ന് ആ സ്ത്രീക്ക് അന്നും തോന്നി. 15 വർഷത്തിനിപ്പുറം ഇപ്പോഴും അവർക്കത് തോന്നുന്നു. ഇനിയൊരു 15 വർഷം കഴിഞ്ഞിട്ട് ഞാൻ അന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ, അങ്ങനെയാണ് അവർ പറഞ്ഞത്, ഞാൻ അന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അന്നും ഞാൻ ഇത് തന്നെ പറയും. അതുകൊണ്ട് തന്നെ അവർ വളരെ ബോൾഡായിട്ടാണ് അവർ
അവരുടെ എന്താണ് അനുഭവം ഉണ്ടായത് എന്നത് എക്സ്പ്രസ് ചെയ്യുന്നത്. അത് മുഖ്യമന്ത്രിക്ക് കേൾക്കാതിരിക്കാൻ കഴിയില്ല. കാരണം സ്ത്രീപക്ഷ നവകേരളം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പരിപാടി നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതിൽ പ്രധാന നടിമാരൊക്കെ വന്ന് അഭിപ്രായം പറഞ്ഞു പോയ ഒരു സദസ്സാണ് സ്ത്രീപക്ഷ നവകേരളം. വിവിധ മേഖലകളിലെ സ്ത്രീകളെ വിളിച്ചു വരുത്തിക്കൊണ്ട് കൊച്ചിയിലെ പരിപാടി എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയിലായിരുന്നു നടന്നത്, കഴിഞ്ഞ ഫെബ്രുവരിയിൽ. അതിൽ ഈ നായിക നടി ഐശ്വര്യലക്ഷ്മി അടക്കമുള്ളവർ പങ്കെടുത്തതാണ്. അവരൊക്കെ വന്ന് അഭിപ്രായം പറഞ്ഞത് സിനിമയുടെ എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് കൂടുതൽ കടന്നു വരാനുള്ള അങ്ങനെയുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും അങ്ങനെയുള്ള തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാകണമെന്നാണ്. ഇപ്പോഴുള്ള ആളുകൾക്ക് തന്നെ, എക്സിസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ വൃത്തിയായി പണിയെടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന കമ്മിറ്റി റിപ്പോർട്ട് അവിടെ അലമാരയിൽ ഇരിക്കുമ്പോഴാണ് വന്ന് ഈ സ്ത്രീപക്ഷ നവകേരളം നടത്തിയത് എന്നുള്ളതാണ് ഇതിലെ ഐറണി. അങ്ങനെ ചെയ്തിട്ടാണ് പിന്നീട് ഇപ്പോൾ ആ റിപ്പോർട്ട് പുറത്തു വന്നു. എന്തായാലും പൂച്ച പുറത്ത് ചാടി. അപ്പോൾ പുറത്ത് ചാടിയ പൂച്ചയുടെ നിറം കറുപ്പാണോ വെളുപ്പാണോ എന്ന് നാട്ടുകാർ മുഴുവൻ കണ്ടും കഴിഞ്ഞു. അതിനുശേഷവും വീണ്ടും ഇങ്ങനെ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ വീണ്ടും ഒരു അന്വേഷണത്തിനായി ഒരു ടീമിനെ വെക്കുന്നതിന് പകരം എന്ത് ചെയ്തു? പരാതി വരട്ടെ എന്ന സ്റ്റാൻഡ് തന്നെയാണ് ഇന്ന് ഈ നിമിഷം വരെയും ഹേമ കമ്മിറ്റിയുടെ ഫൈൻഡിങ്സിന്മേൽ സർക്കാരിനുള്ളത്, മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ ഉള്ളത്. പരാതി വരട്ടെ എന്നത് തന്നെയാണ്. അത് കോടതി വിളിച്ചു വരുത്തിയിട്ടുണ്ട് റിപ്പോർട്ട്. സെപ്റ്റംബർ 10 ഈ കേസ് വീണ്ടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അപ്പോൾ പറയാൻ പോകുന്നത് എന്താണോ അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, കോടതി പറയുന്നതിന് വിധേയമായി എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നല്ല ഒരു മോഡുലേഷനിൽ അക്കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് സാംസ്കാരിക മന്ത്രി. ശരിയാണ്, മുഖ്യമന്ത്രിയും അതേ നിലപാടിൽ തന്നെയായിരിക്കും, സർക്കാരും അതേ നിലപാടിൽ തന്നെയായിരിക്കും. പക്ഷേ അത് കോടതി പറയേണ്ടിയിരുന്നോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയല്ലേ? കാരണം ഈ കമ്മിറ്റിയെ വെച്ചതാരാണ്? ഇടത് സർക്കാരാണ്. ഒന്നാം പിണറായി സർക്കാരാണ് കമ്മിറ്റിയെ വെച്ചത്. കമ്മിറ്റിയെ വെച്ചത് എന്തിനാണ്? പഠിക്കാൻ. അവരുടെ തന്നെ ഭാഷയാണല്ലോ പഠിക്കാൻ, സ്റ്റഡി. ആ പഠിക്കാൻ ഒരു കമ്മിറ്റി വെച്ച് കഴിഞ്ഞാൽ ആ പഠിച്ച കാര്യം എന്താണ്, ആ പാഠം എന്താണെന്നൊന്ന് വായിച്ചു നോക്കണ്ടേ? പാഠം അടച്ചു വെക്കാനല്ലല്ലോ. ഇതിപ്പോൾ ആ വർഷം, ഇതിപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിലാണ് ചേരുന്നത് എന്നുണ്ടെങ്കിൽ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകം വാങ്ങിയിട്ട് +2 കഴിഞ്ഞിട്ട് അത് വായിച്ചാൽ മതിയോ? ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. +2 കഴിഞ്ഞു, 5 വർഷം കഴിഞ്ഞു. 8ാം ക്ലാസ്സിൽ പഠിക്കാൻ ചെന്നപ്പോൾ വാങ്ങിച്ച പാഠപുസ്തകമാണ്. 5 കൊല്ലം കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ട് ഡിഗ്രി ഫസ്റ്റ് ഇയർ ചേരാൻ നേരം എടുത്ത് നോക്കിയാൽ മതിയോ? അതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും? 8ാം ക്ലാസ്സിലെ പാഠമാണോ +2 പഠിക്കുന്നത്? അത്രയും വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആളുകൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരികയും പല സിനിമകളിൽ അഭിനയിക്കുകയും ആ സിനിമകളിൽ അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണല്ലോ 2018 തന്നെ വന്ന ഈ പരാതി താരസംഘടനയുടെ മുന്നിലേക്ക് വന്നിട്ടും അത് ഒതുക്കി തീർക്കപ്പെട്ടു എന്ന് ദിവ്യ ഗോപിനാഥ് നടി ഇന്നും വന്ന് പറയുന്നത്. അന്ന് ആ ചിത്രത്തിൽ അഭിനയിച്ച ആഭാസം, സിനിമയുടെ പേര് പോലെ തന്നെ അതിൽ അങ്ങനെ തന്നെ ആ അർത്ഥം തന്നെ വരുന്ന നടപടിയാണ് അലൻസിയറുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് അന്ന് അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് അവർക്ക് സംഭവിച്ചത്? അവർക്കതിൽ കൃത്യമായി പരാതി കൊടുക്കാൻ കഴിഞ്ഞോ? അവരവിടെ ഒരു കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് ആവണമായിരുന്നോ? 2019 ഈ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അതിൽ അപ്പോൾ തന്നെ ആക്ട് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരാതികളൊന്നും പിന്നീട് വരേണ്ടാത്ത അല്ലെങ്കിൽ പരാതികൾ ഉയരാത്ത ഒരു നല്ല സാഹചര്യം സൃഷ്ടിക്കാൻ പറ്റുമായിരുന്നല്ലോ. അതിനൊന്നും നിന്നില്ല എന്ന് മാത്രമല്ല, 4.5 കൊല്ലത്തിന് ശേഷം ഉണ്ണിസാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ RTA അനുസരിച്ചും ഒക്കെ പലതരത്തിലുള്ള പോരാട്ടത്തിലൂടെ ആ റിപ്പോർട്ട് വെളിച്ചം കണ്ടു എന്ന് പറഞ്ഞാൽ ഭാഗികമായുള്ള ഒരു വെളിച്ചം കാണലാണ് സംഭവിച്ചത്. അതിൽ ഒതുക്കേണ്ട ഭാഗങ്ങളെല്ലാം ഒതുക്കിയിട്ടുണ്ട്. സ്വകാര്യത സംരക്ഷിക്കണം, ഇരയുടെ ഒപ്പം വേട്ടക്കാരൻ്റെയും സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് എല്ലാം വെച്ചു. നോക്കൂ, 49 മുതൽ 53 വരെയുള്ള പേജുകൾ എവിടെ പോയി? ചോദ്യം ചോദിച്ചിട്ട് 2 ദിവസമായി, അനക്കമില്ല. 11 ഖണ്ഡികകളാണ് പൂഴ്ത്തിയിരിക്കുന്നത്, അനക്കമില്ല. പ്രമുഖ നടന്മാരെ കുറിച്ച് പറഞ്ഞതിന് ശേഷമുള്ള പാരഗ്രാഫിൽ എന്തായിരിക്കുമെന്നുള്ളത് ഊഹിക്കാനായിട്ട് PhD ഒന്നും ആവശ്യമില്ല, സാമാന്യ ബുദ്ധിമതി. ആ 11 ഖണ്ഡികകൾ ആർക്കു വേണ്ടിയാണ് ഒളിപ്പിച്ചത്? ആ ഖണ്ഡികകൾ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിരുന്നില്ലല്ലോ. എന്തായാലും ഈ നമ്മൾ ഈ കളവുകൾ, അതുപോലെ തന്നെ കൊലപാതകം, ഇതൊക്കെ അന്വേഷിക്കാൻ പോകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയാറുണ്ട് എവിടെയെങ്കിലും ഒരു സാധനം വീണ് കിടക്കും, ഒരു തെളിവായി. അങ്ങനെയാണ് ഒഴിവാക്കാൻ പറഞ്ഞ 96ാമത്തെ ഖണ്ഡിക അതിൽ ഒഴിവാക്കാതെ പോയത്. അതുകൊണ്ട് എന്താ, 96-ന് ശേഷം ഒഴിവാക്കിയ 97 മുതൽ 108 വരെയുള്ള ഖണ്ഡികകളിൽ എന്തായിരിക്കും എന്നുള്ളത് അതിന് മുന്നിലും പിന്നിലുമുള്ള ഖണ്ഡികകൾ വായിച്ച് ആ റിപ്പോർട്ട് വായിച്ചവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നെല്ലും പതിരും അതിൽ തിരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. പൂഴ്ത്തി വെച്ചിരിക്കുന്നതിൽ എന്താണുള്ളത് എന്നത് ആ റിപ്പോർട്ട് വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവുമാണ്. ഇനിയിപ്പോൾ 2018 നടന്ന മീ ടു ക്യാമ്പയിനിലേക്ക് പോകാം. ആ മീ ടു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ദിവ്യയൊക്കെ വെളിപ്പെടുത്തൽ നടത്തിയത്. അതിനുശേഷം എന്ത് സംഭവിച്ചു? 6 വർഷം കഴിഞ്ഞല്ലോ. അതിനിടയിൽ തന്നെയാണ് ഈ റിപ്പോർട്ട് ഒളിച്ചിരുന്ന 4.5 വർഷക്കാലവും പെടുന്നത്. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള കാലയളവിൽ, ആ മൗനം സർക്കാർ തുടർന്ന കാലയളവിൽ ദിവ്യയ്ക്ക് എന്ത് സംഭവിച്ചു? ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. ദിവ്യയ്ക്ക് പടമില്ല, അലൻസിയറിന് പടമുണ്ട്. അതാണ് ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ഒരു ഒറ്റ എക്സാമ്പിൾ എടുത്താൽ മതി. ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ഇഷ്യൂവായി ഈ പരാതിപ്പെടാൻ പോയ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പോയ വിക്ടിംസായ സ്ത്രീകളൊക്കെ പറയുന്നതാണ്. നിങ്ങളൊരു കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ്സിന് തയ്യാറാണ് എന്നുണ്ടെങ്കിൽ, വാതിലിൽ മുട്ടുന്നതിനെക്കുറിച്ചൊക്കെ അന്നത്തെ ഈ മീ ടു ക്യാമ്പയിനിൽ തന്നെ ദിവ്യ പറഞ്ഞതാണ്. അതിപ്പോൾ പരസ്യമായതുകൊണ്ട് അത് നമുക്ക് പറയാതിരിക്കേണ്ട കാര്യവുമില്ല. പരസ്യമായ രഹസ്യമാണ്. ദിവ്യ ഇന്നും സംസാരിക്കുമ്പോൾ അതേക്കുറിച്ച് പറയുന്നുമുണ്ട്. അപ്പോൾ
ഈ വാതിലിൽ തട്ടുന്നു, സെറ്റിൽ വെച്ച് തന്നെ പോഷാണ്, സിനിമാ സെറ്റിൽ വെച്ചാണ്, ആഭാസം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പോഷ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. ഹേമ കമ്മിറ്റിയിലും ഇവർ പോയി മൊഴി കൊടുത്തിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. മദ്യപിച്ച് മുറിയിൽ കയറി ചെന്നു, മദ്യപാനത്തെക്കുറിച്ച് കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. വർക്ക് പ്ലേസിൽ വെച്ചിട്ടുള്ള സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. അവർ വിശ്രമിക്കുകയായിരുന്ന മുറിയിലേക്ക് അവരുടെ അനുമതിയില്ലാതെ മുട്ടി ആദ്യം ബഹളം വെച്ചു, മാത്രമല്ല മദ്യപിച്ച് അകത്ത് കയറി വാതിൽ കുറ്റിയിട്ടു, അവരെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം സംഭവിച്ചിട്ടും ഇന്നും അയാൾക്ക് എന്ത് സംഭവിച്ചു? അയാൾക്കൊന്നും സംഭവിച്ചില്ല. അയാൾ മലയാള സിനിമയിൽ സജീവമാണ്. ഇവരോ WCC കൊടുത്ത ഒരു ആത്മവിശ്വാസത്തിൻ്റെ ധൈര്യത്തിൽ അവരിപ്പോഴും ജീവിക്കുന്നുണ്ട്. അവരുടേതായ രീതിയിൽ സിനിമകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നുമുണ്ടാകാം. പക്ഷേ അവർ ആഗ്രഹിച്ച രീതിയിൽ അവർക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല. മുഴുനീള വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു നടിയാണല്ലോ, ടാലൻറ്റ് പ്രൂവ് ചെയ്ത നടിയാണല്ലോ. പിന്നീട് അവർക്ക് സംഭവിച്ചത് ഈ മാറ്റി നിർത്തലാണ്. ആ മാറ്റി നിർത്തൽ സംഭവിക്കുമെന്നുള്ള പേടി മൂലമാണ് പലരും തങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വന്നത്. അതിൽ ഖേദിക്കുന്നുണ്ട് എന്ന് പറയുന്ന ആളുകളും ഒരു വിഭാഗത്തുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ് എന്നത്, ചലച്ചിത്ര മേഖലയിൽ ലൈംഗിക ആരോപണം എന്ന് പറയുമ്പോൾ അത് ചലച്ചിത്ര മേഖലയിൽ മാത്രമല്ലല്ലോ, എല്ലായിടത്തും ഇല്ലേ എന്ന് പൊതുവൽക്കരിക്കുമ്പോൾ മറ്റൊരിടത്തും, മറ്റു മേഖലകളുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യാൻ കഴിയില്ല, മറ്റൊരിടത്തും ഇതുപോലെയുള്ള ഒരു എൻട്രിക്ക് വേണ്ടി ഒരു സെക്ഷൽ ഡിമാൻഡ് ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സായി മാറുന്നില്ല. ഇവിടെ സെക്ഷൽ ഡിമാൻഡ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഇൻ്റർവ്യൂ കടന്നാൽ മാത്രമേ നിങ്ങൾക്ക് വേഷം കിട്ടൂ എന്ന് എൻട്രി ആയി വരുന്ന അല്ലെങ്കിൽ ഒരു കാസ്റ്റിംഗ് കോൾ കണ്ടുവരുന്ന പെൺകുട്ടികൾ മുതലുണ്ട്, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ മുതലുണ്ട്. അവരെ എല്ലാവരെയും ഇതാണ് റൂട്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന സംവിധാനം മാറണം സാർ. അതാണ് മാറേണ്ടത്. അല്ലാതെ മറ്റിടങ്ങളിൽ നിങ്ങളുടെയൊക്കെ തൊഴിൽ സ്ഥലങ്ങളിൽ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, ഏത് തൊഴിൽ സ്ഥലത്തായാലും എവിടെയായാലും സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറയുന്നത് സെക്ഷൽ ഹരാസ്മെന്റ് തന്നെയാണ്. പോഷ് എന്ന് പറയുന്നത് ഷൂട്ടിംഗ് സെറ്റുകളിലേതുപോലെ തന്നെ മറ്റ് തൊഴിൽ സ്ഥാപനങ്ങളിലും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നിയമങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ആ നിയമങ്ങൾക്ക് മുകളിലാണ്, നിയമങ്ങൾക്ക് അതീതനാണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ നിയമത്തിന് മുന്നിലേക്ക് വരേണ്ടി വരും. അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. മൊഴി നൽകി കഴിഞ്ഞാൽ തുടരന്വേഷണത്തിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ഈ പരാതിയിൽ ഇനി നമ്മൾ പരാതിയിലല്ല, ഈ 7 അംഗ സംഘത്തിന്റെ പരിശോധനയിൽ ഇനി അറിയേണ്ടത്. പരാതി ലഭിക്കാതെ അന്വേഷണമില്ല എന്ന മുൻ നിലപാടാണ് നമ്മൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്ന വേളയിൽ കണ്ടത്. എന്നാൽ ഇപ്പോൾ ഈ വെളിപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് FIS ആണ്. അതങ്ങനെ തന്നെ പരിഗണിക്കാൻ കഴിയും. ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെയും അടക്കം വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. സ്റ്റേറ്റ്മെന്റ്സിൽ ഒരു മാറ്റവുമില്ല എന്നാണ് ശ്രീലേഖ മിത്ര ഇന്നും പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. അവർക്കൊരു മാപ്പ് മതിയായിരുന്നു. അവർക്ക് ഈ പരാതിയും കേസും അങ്ങനെയൊന്നും താല്പര്യമുള്ള ഒരാളായി എനിക്ക് തോന്നിയില്ല. അവർക്ക് ഒരു മാപ്പ് മതിയായിരുന്നു. പക്ഷേ ഒരു മാപ്പും പറയാതെ രഞ്ജിത്ത് പറയുന്നത് ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ്. ഇന്നും പറയുന്ന നിലപാട് അത് തന്നെയാണ്. ഒരു മാറ്റവുമില്ല. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടും രഞ്ജിത്ത് പറയുന്നത് ഈ സ്ത്രീയെ അവിശ്വസിക്കുന്ന, ഇവർ നുണ പറയുന്നു എന്ന ഒരു കാര്യം തന്നെയാണ് അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതിനോട് അവർക്ക് വിയോജിപ്പുണ്ട്. അതുകൊണ്ട് ഇതുവരെ പരാതിക്ക് പോകേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിലും അവർ ചിലപ്പോൾ അതിനുള്ള ആർജവം കാണിച്ചെന്ന് വരും. അവരോട് പോലീസ് കോൺടാക്ട് ചെയ്യുമ്പോൾ അവരെന്താണോ പറയാനുള്ളത് അത് പറയും. അവിടെ സെക്ഷൽ ഹരാസ്മെന്റ് അല്ല നടന്നത്, എൻ്റെ അനുമതിയില്ലാതെ സ്പർശിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ ക്ലാരിറ്റിയോടെയാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. അത് ഒരിടത്തും അവർ മാറ്റി പറയുന്നില്ല. ഞാൻ അവർ പലയിടങ്ങളിൽ സംസാരിച്ചത് എടുത്തു നോക്കി. എല്ലായിടത്തും അവർക്ക് പറയാനുള്ളത് ഒന്ന് തന്നെയാണ്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഒന്നുമില്ല, ഒരു പൊടിപ്പും തൊങ്ങലുമില്ല. അവർ കൃത്യമായുള്ള കാര്യങ്ങൾ പറയുന്നു. ഇവിടെ മാത്രമല്ല, മറ്റിടങ്ങളിലും എനിക്കിങ്ങനെയുള്ള അനുഭവം നേരിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ക്ലാരിറ്റിയോടെ സംസാരിക്കുന്ന സ്ത്രീകളുമുണ്ട്. അവരെയാണ് ഇവരൊക്കെ ഭയക്കേണ്ടത് എന്നുള്ളതാണ്. ഈ സിദ്ദിഖിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? സിദ്ദിഖിനെ കുറിച്ച് രേവതി സമ്പത്ത് പറയുമ്പോൾ രേവതി സമ്പത്തിന്റെ പശ്ചാത്തലം എന്താണ്, രേവതി സമ്പത്ത് മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ചർച്ചയാക്കുകയാണ്. ഇപ്പോൾ ഈ മറ്റ് സ്ഥലങ്ങളിലും ഇതൊക്കെ നടക്കുന്നില്ലേ എന്ന പൊതുവൽക്കരണം പോലെ തന്നെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളുടെ പശ്ചാത്തലം ചെയ്യൽ അതും സംഭവിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ നല്ല ആളാണോ മോശം ആളാണോ എന്നന്വേഷണം. ഞാൻ ചോദിക്കുന്നത്, അവർ നല്ലയാളോ മോശമാളോ എന്തുമായിക്കോട്ടെ, അവർക്ക് നേരെ ഒരു ഹരാസ്മെന്റ് ആക്ട് ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് അന്വേഷിക്കേണ്ടത്. അവരുടെ പരാതി എന്താണ്? അവരെ സെക്ഷലി ഹരാസ് ചെയ്തു, അവരെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് അവരുടെ ആരോപണമെങ്കിൽ അതൊരു റേപ്പ് കേസാണ് എന്ന് അവർ പരാതിപ്പെടുകയാണെങ്കിൽ ആ പരാതിയിൽ അന്വേഷണം നടക്കണം. അതിന് മുൻപ് അവരെന്തായിരുന്നു, അതിനുശേഷം അവരെന്തായിരുന്നു എന്നതിനേക്കാളും ആ പരാതിയുടെ മെറിറ്റാണ് പരിശോധിക്കപ്പെടേണ്ടത്. ആ പരാതിയുടെ മെറിറ്റ് പരിശോധിക്കുന്നതിന് പകരം ഇങ്ങനെ പൊതുവൽക്കരിക്കുമ്പോഴാണ് നമുക്ക് ആ അറ്റൻഷൻ ഡ്രിഫ്റ്റ് ചെയ്യുന്നത്. അതല്ല ഇവിടെ വേണ്ടത്. ഇവിടെ നോക്കൂ, മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള മാസ്കറ്റ് ഹോട്ടൽ, ആ മാസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ലൈംഗികാതിക്രമം നടന്നു എന്നുള്ള വെളിപ്പെടുത്തലുണ്ട്. ഇവർ മുൻപ് പരാതി നൽകാൻ ശ്രമിച്ചു, അന്ന് നടന്നില്ല എന്നുകൂടി അവർ പറയുന്നുണ്ട്. ഗുരുതരമാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രൂപീകരിച്ച ഈ പ്രത്യേക സംഘത്തിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. 7 അംഗ സംഘത്തിൽ 4 വനിതാ പോലീസ് ഓഫീസർമാരുണ്ട്. എല്ലാവരും അവരുടെ കഴിവ് തെളിയിച്ച പ്രൂവനായിട്ടുള്ള ഓഫീസേഴ്സാണ്. അതുകൊണ്ട് തന്നെ ആ 7 അംഗ സംഘം അന്വേഷിക്കുമ്പോൾ ഇവരുടെ പരാതിക്ക് വെയിറ്റേജ്
വെയിറ്റേജ് കൂടുതലാണ്. ശ്രീലേഖാമിത്ര പറയുന്നത് സെക്ഷൽ ഹരാസ്മെന്റിന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്കും ഈ പറയുന്ന രീതിയിലുള്ള ഒരു പരാതിയല്ല അവർ കൊടുക്കാനും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ സെക്ഷൽ ഹരാസ്മെന്റ് ആണ് എന്ന് കൃത്യമായി അവർ പറയുന്നുണ്ട്. മാത്രമല്ല അതിൽ അവർക്ക് തെളിവുകളടക്കം അവരുടെ കയ്യിലുണ്ട്. പരാതി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ രേവതി സമ്പത്ത് അക്കാര്യത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകും എന്നുള്ളത് ഉറപ്പാണ്. ഈ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീകളെ, അതിപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയ ചില സ്ത്രീകളിൽ സോണിയ മൽഹാറൊക്കെ ഇന്നലെ നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഞാൻ അയാൾക്ക് മാപ്പ് നൽകിയെന്നാണ്. എന്നോട് ക്ഷമ പറഞ്ഞു, കുടുംബമായി ജീവിക്കുന്ന ആളായതുകൊണ്ട് ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് സോണിയ മൽഹാർ പറഞ്ഞത്. അവർക്ക് ഒരു പരാതി എന്നതിനേക്കാൾ അവർക്ക് നേരിട്ട് ഒരു അനുഭവം തുറന്നു പറയുകയാണ് ചെയ്തത്. അവർ പരാതിയുമായി പോകുമോ എന്നുള്ളത് വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘം ചെയ്യാൻ പോകുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, പരാതി നൽകാൻ താല്പര്യമുണ്ടോ, ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ഒരു മൊഴിയെടുക്കുന്ന ഒരു കാര്യമായിരിക്കാം ഒരുപക്ഷെ നടക്കാൻ പോകുന്നത്. ഈ രേവതിയുടേത് മാത്രമാണ് നമുക്ക് ഇക്കാര്യത്തിൽ അവർ ഒരു പരാതി കൊടുക്കും എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി. പക്ഷേ അവരും പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഫാമിലിയുമായിട്ടൊക്കെ ഒന്ന് ആലോചിക്കണം, എനിക്ക് ആ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടണം എന്നൊക്കെ കണ്ടീഷണലാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലും ഇപ്പോൾ ഈ അന്വേഷണ സംഘം ഇവരെയൊക്കെ സമീപിച്ചാലും ഇവരൊക്കെ ഈ കേസുമായി അല്ലെങ്കിൽ അന്വേഷണവുമായി സഹകരിച്ചാൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്, ഇതിന് പിന്നാലെ നടന്നതും കഷ്ടപ്പെടാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ നിർത്തുന്നതാണ് സംഭവിക്കുന്നത്. ഇക്കാര്യത്തിലും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഉന്നതരായ ആളുകൾക്ക് എതിരെയാണ് വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെളിപ്പെടുത്തലുകൾക്ക് തടയിടാനുള്ള, ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൊന്നും പോയി നിങ്ങൾ വെളിപ്പെടുത്തൽ നടത്തേണ്ട, പോലീസ് സംഘത്തെയാണ് നിങ്ങൾ ബന്ധപ്പെടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തടയിടലും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം. കാരണം കൂടുതൽ പേരും നോക്കൂ, ഇപ്പോൾ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര പേർ അറിയും? കാരണം ഇങ്ങനെയുള്ള കേസുകളാകുമ്പോഴേക്കും അതിനൊരു രഹസ്യ സ്വഭാവമുണ്ട്. മാത്രമല്ല പേരടക്കം പുറത്തു വരാതെയുള്ള അന്വേഷണമായിരിക്കും. ഈ ഇരകൾക്ക് പേര് പുറത്തു വരുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടില്ല, ഞങ്ങളുടെ പേര് പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പടവെട്ടിൽ ഒക്കെയുള്ള സംവിധായകനെതിരെ പറഞ്ഞ കുട്ടിയൊക്കെ എൻ്റെ പേര് പുറത്തു വരുന്നതിൽ എനിക്ക് കുഴപ്പമില്ല, എൻ്റെ മുഖം കാണിക്കുന്നതിൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന ആളാണ്. പക്ഷേ ഇതിന് നിയമപരമായി അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത് ഒരു മറയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതൊരു ടൂളാക്കിക്കൊണ്ട് ഉള്ള ചില നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം മാധ്യമങ്ങളിൽ പോയി വെളിപ്പെടുത്തുന്നതിന് പകരം ഇതിലേക്ക് എത്തുക, എത്രയും പെട്ടെന്ന് എത്തുക. കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഒരു മാധ്യമത്തിൽ പോയി നോക്കൂ, ഉണ്ണിസാർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാധ്യമത്തിൽ പോയി കാര്യങ്ങൾ ആദ്യം വെളിപ്പെടുത്തുന്നു, ഏതായാലും ഒരു സ്ഥലത്തായിരിക്കുമല്ലോ ആദ്യം പറയുന്നത്, എന്നിട്ട് അടുത്ത മാധ്യമം എത്തുമ്പോഴേക്കും ആ അഭിമുഖം കണ്ടയാളായിരിക്കുമല്ലോ മറ്റൊരു ചാനലിൽ ഇരുന്ന് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ കുറച്ചുകൂടി വിശദീകരിച്ച് പറയും. അങ്ങനെ ഒരു നമ്മുടെ 7-8 ചാനലുകളുണ്ട്, 10 ചാനലുകളുണ്ടല്ലേ നമുക്ക്, ന്യൂസ് ചാനൽസ് മലയാളത്തിൽ 10 ചാനലുകളുണ്ട്. അപ്പോൾ എല്ലായിടത്തും അതിലൊരു 7 ഇടങ്ങളിലെങ്കിലും ഒരേ ആൾ തന്നെ പോയി പറയും. അത്രയും ഓഡിയൻസിലേക്ക് എത്തും. അവിടെയാണ് ടൊവിനോ തോമസ് പറഞ്ഞ ഈ TRP ബാധകമാകുന്നത്. TRP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ആളുകൾ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അത്രയും കാഴ്ചക്കാരിലേക്ക് ഈ വ്യക്തിയുടെ അനുഭവം എത്തുകയാണ്. ഏതെങ്കിലും ഒരു ചാനലിൽ നിന്നായി ഈ വെളിപ്പെടുത്തൽ നടത്തിയ വ്യക്തിയുടെ അനുഭവം നാട്ടുകാർ മുഴുവൻ കാണും. അതായത് ഈ കുറ്റം ചെയ്ത, ക്രൈം ചെയ്ത വേട്ടക്കാരന് നാണക്കേടുണ്ടാകും. ആ നാണക്കേടിന് മുൻപ് തന്നെ പരാതികളിലേക്ക് പോവുകയാണെങ്കിൽ, അന്വേഷണത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാധ്യമങ്ങൾ അവസാനിപ്പിക്കുമല്ലോ, ഞങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്, അന്വേഷണ സംഘം ഇതെല്ലാം അന്വേഷിച്ചുകൊള്ളും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ വെളിപ്പെടുത്തലുകളുടെ ശക്തി കുറയും. ഉണ്ണിസാർ അല്ലെങ്കിൽ നോക്കിക്കോ, ഇന്നലെയും ഇന്നുമായി കണ്ടതുപോലെ ആയിരിക്കില്ല അടുത്ത ദിവസം മുതൽ. കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക് വരുന്നവരുടെ എണ്ണം കുറയും എന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനുവേണ്ടി കൂടിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. അല്ല എന്നുണ്ടെങ്കിൽ, അത്രയും ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 19-ാം തീയതി പുറത്തു വന്നു. സർക്കാരിന്റെ പക്കലായിരുന്നു, സാംസ്കാരിക വകുപ്പിന്റെ പക്കലായിരുന്നു. മന്ത്രി വിളിച്ചു വരുത്തിയെന്നാണല്ലോ പറഞ്ഞത്. വൈകിയപ്പോൾ വിവരാവകാശ പ്രകാരം തരുന്നത് വൈകിയപ്പോൾ പറഞ്ഞത് മന്ത്രി വിളിച്ചു വരുത്തി, മന്ത്രിസഭ പരിശോധിച്ചു. അപ്പോഴെല്ലാവരും പരിശോധിച്ച ഒരു റിപ്പോർട്ടാണല്ലോ. അതിന്മേൽ ഇതുപോലെ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നെങ്കിൽ സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെന്ന് ഞാൻ പറഞ്ഞേനെ. ഇത് ഇപ്പോൾ പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു ആക്ട് മാത്രമാണ്. അങ്ങനെ മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. ഇത് സമ്മർദ്ദം എന്ന് പറയുന്നത് പൊതുജനത്തിൽ നിന്ന് വന്ന സമ്മർദ്ദമാണ്, മാധ്യമങ്ങളിൽ നിന്ന് വന്ന സമ്മർദ്ദമാണ്. സമ്മർദ്ദത്തിനൊടുവിലോ എന്ന ചോദ്യത്തിന് സമ്മർദ്ദത്തിനൊടുവിൽ തന്നെയെന്നാണ് 3 പേരും ഒരുപോലെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. Meet the editors.